തനിക്കൊരു 5 മിനിറ്റ് സമയം മതിയെന്ന് പരമോന്നത കോടതിക്ക് മുൻപാകെ പറഞ്ഞ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് 5 മിനിറ്റ് തരില്ല, പകരം 15 മിനിറ്റ് തരാമെന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറയുമ്പോൾ അവർ കോടതിക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന് നന്ദി പറഞ്ഞു. നാലര പതിറ്റാണ്ടിനു ശേഷം വക്കീൽ കുപ്പായം അണിഞ്ഞ മമത പിന്നെ പ്രഗത്ഭയായ ഒരു അഭിഭാഷകയായി മാറുകയായിരുന്നു. സംസ്ഥാനത്തെ വോട്ടർമാരുടെ പ്രയാസങ്ങൾ ബെഞ്ചിനു മുമ്പാകെ അക്കമിട്ട് നിരത്തി. 1990കളിൽ ബംഗാളിലെ ജില്ലാ കോടതികൾ മുതൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം രാജ്യത്തെ പരമോന്നത ജുഡീഷ്യൽ ഫോറം വരെയുള്ള നിയമവ്യവഹാരങ്ങളിലെ ഏറ്റുമുട്ടലുകളുമായി ആവർത്തിച്ചിടപഴകിയ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു സംഭവമായിരുന്നു മമത കോടതിയിലെത്തി നേരിട്ട് വാദിച്ചത്. പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ പ്രക്രിയ നടക്കുന്ന രീതിയെ നേരിട്ട് ചോദ്യം ചെയ്തു. പരിചയസമ്പന്നരായ അഭിഭാഷകർ നോക്കി നിൽക്കെ മമത കൃത്യമായി കാര്യങ്ങൾ നിരത്തി. വാദത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വാട്സപ്പ് കമ്മീഷൻ എന്നുവരെ പരിഹസിച്ചു. തന്റെ സംസ്ഥാനത്തെ ദരിദ്രരായ വോട്ടർമാരെയും സ്ത്രീകളെയും കുറിച്ചുള്ള ആശങ്കകൾ അവർ കോടതിക്ക് മുന്നിൽ ഉയർത്തി. വിവാഹശേഷം വീട് മാറ്റങ്ങൾ കാരണം സ്ത്രീകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി കോടതിയെ ബോധ്യപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രമല്ല BJPക്കും കൊടുത്തു കണക്കിന് പ്രഹരം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മൈക്രോ നിരീക്ഷകരെ വിന്യസിക്കുകയും അവർ പ്രാദേശിക ബൂത്ത് ലെവൽ ഓഫീസർമാരെ മറികടന്ന് പ്രവർത്തിക്കുന്നതിനെയും മമത കോടതിയിൽ എതിർത്തു. ഫെബ്രുവരി 4 കോടതി നടപടി അസാധാരണമായ ഒന്നായിരുന്നു. രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെ കാലഘട്ടങ്ങളിൽ മമതാ ബാനർജി വ്യക്തിപരമായി പലതവണ കോടതി മുറികളിൽ എത്തിയിട്ടുണ്ട്. 2003 ജൂണിൽ കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയർ ആൻഡ് കൗൺസിൽ അംഗങ്ങൾ അറസ്റ്റിലായതിനെ തുടർന്ന് ജില്ലാ കോടതിയിൽ മമത ഹാജരായി. അഭിഭാഷകയായി എത്തിയ മമത അറസ്റ്റുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതിയിൽ ശക്തമായി വാദിച്ചു. പ്രതികൾക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. 1993 ജൂലൈ 21 കൊൽക്കത്തയിൽ റൈറ്റേഴ്സ് ബിൽഡിംഗിലേക്ക് നടത്തിയ മാർച്ചിനിടെ 13 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട പോലീസ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട കേസിലും അവർ കോടതിയിലെത്തി. ആക്ടിവിസ്റ്റുകളെ പിന്തുണച്ചെത്തിയ മമത അവർ പോലീസ് ക്രൂരതയുടെ ഇരകളാണെന്നും ബലപ്രയോഗത്തെ ന്യായീകരിക്കാൻ ഉദ്ദേശിച്ചാണ് കേസുകളെന്നും വാദിച്ചു. 1996 ടോളിഗുഞ്ച MLA പങ്കജ് ബാനർജി ഉൾപ്പെട്ട കേസിൽ അലിപ്പൂർ കോടതിയിലും മമത ഹാജരായി. കൊൽക്കത്തയ്ക്ക് പുറത്തുള്ള പോലീസ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ അവർ പല ജില്ലാ കോടതികളിലും പോയിട്ടുണ്ട്. 1990കളുടെ തുടക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ട കുമാർഗഞ്ച് പോലീസ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ദക്ഷിണ ദിനാജൂർ ജില്ലയിലെ ബാലൂർഘട്ട് കോടതിയിലും മമത അഭിഭാഷകയായി എത്തി. മറ്റൊരു കേസിൽ പോലീസ് വെടിവെപ്പിൽ ഒരു പാർട്ടി പ്രവർത്തകൻ മരിച്ചതിനെ തുടർന്ന് ഹൂഗ്ലി ജില്ലയിലെ ചുൻസൂര കോടതിയിലും അവർ ഹാജരായി. കൊൽക്കത്ത സർവകലാശാലയ്ക്ക് കീഴിലുള്ള ജോഗേഷ് ചന്ദ്ര ചൗധരി ലോ കോളേജിൽ നിന്നും നിയമത്തിൽ നേടിയ ബിരുദം മമതയെ ഒരു അഭിഭാഷകയാക്കി. കൽക്കട്ട ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷന്റെ ഡയറക്ടറിയിൽ മമതയുടെ പേരുണ്ട്. ജില്ലാ കോടതികളിൽ നിന്നും വ്യത്യസ്തമായി SIR കേസിൽ സുപ്രീം കോടതിയിലെത്തിയതും പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ്. അതും പുതുചരിത്രം കുറിക്കുക തന്നെ ചെയ്തു.